ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2026 പത്മ പുരസ്കാര ജേതാക്കളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പത്മ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങുന്ന വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. 1954 പത്മ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നാണ് പത്മ പുരസ്കാരം. ആദ്യത്തേത് വരുന്നത് നമ്മുടെ ഭാരതരത്നയാണ്, അത് കഴിഞ്ഞാൽ വരുന്നത് പത്മ പുരസ്കാരങ്ങളാണ് കേട്ടോ. സാധാരണ ഈ പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത് റിപ്പബ്ലിക് ഡേക്കാണ്. അപ്പോൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്. 2026 പത്മ പുരസ്കാര ജേതാക്കളുടെ എണ്ണം 131. അപ്പോൾ 131 പേർക്കാണ് പത്മ പുരസ്കാരങ്ങൾ 2026 ലഭിക്കുന്നത്. ഇനി ഈ പത്മ പുരസ്കാരങ്ങൾ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. ഒന്ന് പത്മവിഭൂഷൺ ആണ്, അതാണ് ഏറ്റവും ഹയസ്റ്റ്. പിന്നെ വരുന്നത് പത്മഭൂഷൺ, പിന്നെ പത്മശ്രീ. 2026 പത്മവിഭൂഷൺ മൊത്തം 5 പേർക്കാണ് ലഭിക്കുന്നത്. പത്മഭൂഷൺ 13 പേർക്കും പത്മശ്രീ 113 പേർക്കുമാണ് ലഭിക്കുന്നത്. ഇതിൽ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പത്മ അവാർഡ് ലഭിച്ച മലയാളികളുടെ എണ്ണം എത്രയാണ്? 8 പേർക്കാണ് മൊത്തം പത്മ അവാർഡുകൾ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഓരോ വിഭാഗങ്ങളായിട്ട് പഠിക്കാം. ഒന്നാമത്തെയാണ് പത്മവിഭൂഷൺ. പത്മവിഭൂഷൺ മൊത്തം 5 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവുമായ VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് എന്ത് കിട്ടുന്നത്? പത്മവിഭൂഷൺ കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ മേഖല എന്ന് പറയുന്നത് പൊതുകാര്യങ്ങൾ. ഇനി ഈ ഒരു ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം അദ്ദേഹം റീസെന്റ് ആണ് മരിച്ചത്. അപ്പോൾ ആ മരണ തീയതി ഒന്ന് ഓർത്ത് വെക്കാം. 2025 ജൂലൈ 21 നമ്മളെ വിട്ട് പിരിയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വ്യക്തി VS അച്യുതാനന്ദനാണ്. അടുത്തത് KT തോമസിന്റെ മേഖല പറയുന്നത് പൊതുകാര്യങ്ങൾ. അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജി കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ KT തോമസ്. ഇനി അടുത്തത് ധർമ്മേന്ദ്ര സിംഗ് ഡിയോളിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മ അവാർഡ് ലഭിക്കുന്നത്, പത്മവിഭൂഷൺ ലഭിക്കുന്നത്. കല തന്നെയാണ് മേഖല. ഇനി എന്നാണ് അദ്ദേഹം മരിക്കുന്നത്? 2025 നവംബർ 24 അദ്ദേഹം മരണപ്പെടുന്നത്. അതും റീസെന്റ് ആയതുകൊണ്ട് ഒന്ന് ഓർത്തു വെക്കാം. അടുത്തത് ശ്രീ പി നാരായണൻ. അദ്ദേഹത്തിന്റെ മേഖല സാഹിത്യവും വിദ്യാഭ്യാസവുമാണ് അദ്ദേഹത്തിന്റെ മേഖല. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമാണ് കേട്ടോ. അപ്പൊ ശ്രീ പി നാരായണൻ. അഞ്ചാമത്തെ ആൾ എന്ന് പറയുന്നത് ഈ 5 പേരിലെ ഒരേ ഒരു വനിതയാണ്. അവരുടെ പേരാണ് N രാജം. മേഖല എന്ന് പറയുന്നത് കലയാണ്. അവരൊരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ വയലിനിസ്റ്റ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ 5 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് നോക്കാം. VS അച്യുതാനന്ദൻ, N രാജം, അതേപോലെ ധർമ്മേന്ദ്ര ഡിയോൾ, അതേപോലെ P നാരായണൻ, അതേപോലെ KT തോമസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പത്മഭൂഷൺ ആണ്. പത്മഭൂഷൺ മൊത്തം 13 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ നമ്മൾ മലയാളികളെ മാത്രമാണ് പഠിക്കുന്നത്. 2 മലയാളികൾക്കാണ് ലഭിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന മമ്മൂട്ടി സാറാണ്. ഇനി രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹത്തിന്റെ മേഖല പൊതുകാര്യങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി കൂടിയാണ് കേട്ടോ. ഇനി അടുത്തത് പത്മശ്രീ ആണ്. പത്മശ്രീ മൊത്തം 113 പേർക്ക് ലഭിക്കുന്നുണ്ട്. ഇത്രയും പേരെ നമ്മൾ പഠിക്കുന്നില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് AE മുത്തുനായകം. അദ്ദേഹത്തിന്റെ മേഖല ശാസ്ത്രവും എഞ്ചിനീയറിംഗുമാണ്. AE മുത്തുനായകം, ശാസ്ത്രവും എഞ്ചിനീയറിംഗും. അദ്ദേഹം മുൻ